നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. വിഷ്ണു വന്നിരിക്കുന്നു. വിഷ്ണു ഇസ് ബാക്ക് എന്ന് പറയുന്ന പോലെ വിഷ്ണു വന്നിരിക്കുന്നു. ഒരാഴ്ച ബോയ്ക്കോട്ട് ചെയ്തായിരുന്നു നിങ്ങൾ. ഈ പ്രാവശ്യം തിരികെ വന്നിരിക്കുന്നു. നമസ്കാരം സർ. നമസ്കാരം. പെട്രോളിന്റെ പ്രൈസ് ഒരു സൈഡ് കയറ്റിക്കൊണ്ടേയിരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഒരു സൈഡ് വന്നിട്ട് റുപ്പിയുടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ആർ ബി ഐ ഇൻഫ്ലുവൻസ് ഇരുന്നും ഇതെന്താണ് റുപ്പി വാല്യൂ ഡിപ്രീഷിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നത് സർ? FII വിറ്റുകൊണ്ടേയിരിക്കുന്നു 2 കൊല്ലമായിട്ട്. ഈ 2 കൊല്ലമായിട്ട് അവർ തടുക്കാത്തതാണ് ഇതിന്റെ ഒരു കാരണം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഒരു നിസ്സാര കാര്യം പോലെ തോന്നും. RBIയിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരും ഹിസ്റ്ററി പഠിച്ചവരും ഇട്ടെങ്കിൽ ഇങ്ങനെ തന്നെ. അപ്പോൾ തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഡോളറിനെ വിറ്റ് ഡിഫെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്തിരിക്കുക. അല്ലാതെ അവരെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുമെന്ന ഒരു കാര്യമുണ്ടല്ലേ സർ? എന്തിനാണ് ഡിഫെൻഡ് ചെയ്യണം? അപ്പൊ അങ്ങനെ വിടാൻ പറയുന്നത് സർ? അന്നേ വിട്ടിരുന്നുണ്ടെങ്കിൽ മുമ്പേ വിടുന്നിരിക്കുകയല്ലോ. വിളാൻ പോകുന്നത് ഡെഫിനറ്റ് ആയിട്ട് നടക്കുമെന്ന ഒരു കാര്യത്തിലുണ്ടായി. അറ്റ്ലീസ്റ്റ് ഇതിന്റെ $50 ബില്യൺ എങ്കിലും കയ്യിൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇത്ര ഇങ്ങനെ നോക്കാൻ പറ്റില്ല. അത്രയും ദൂരം ഡിഫെൻഡ് ചെയ്തതിന്റെ ശേഷം 97 റേഞ്ചിൽ ഇരിക്കുന്നു. അവയെ വിട്ടിരുന്നെങ്കിൽ ഈ 120 130 ഒക്കെ ഇപ്പോഴേ ചെന്നിരിക്കേണ്ട സാർ. അങ്ങനെ നോക്കണ്ട. 102 103 105 തന്നെ ഇരിക്കും. ആ സമയം നമുക്ക് IT കമ്പനിക്ക് ഓവറായിട്ട് പ്രോഫിറ്റ് നോക്കിയിരിക്കുന്നത്. അന്നേ വിട്ടിരുന്നെങ്കിൽ IT കമ്പനിക്ക് ഒരു സ്ട്രെങ്ത് കിട്ടിയിരിക്കും. TCS ഇൻഫോസിസിൽ 5% ആയിട്ട് വാങ്ങുന്ന ശമ്പളം ഇപ്പോൾ നിങ്ങൾക്ക് 10% ആയിട്ട് കിട്ടിയിരിക്കും. വിലവാശി കയറിയാലും ചെലവ് ചെയ്യാൻ കയ്യിൽ കാശുണ്ടായിരിക്കും അല്ലേ? അടുത്ത ചോദ്യമോ വെച്ചിരുന്നത് RBI ഇതുപോലെ സിറ്റുവേഷനിൽ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ആയെങ്കിൽ ഇൻട്രസ്റ്റിനെ ഇൻക്രീസ് ചെയ്യും ഒരു 0.52. ഇൻട്രസ്റ്റ് റേറ്റ് RBI കയറ്റണം. എത്രയും കയറ്റണമെന്ന് ഞാനൊരു കണക്കിട്ട് പറയാം. ഗിൽഡ് അമേരിക്കയിൽ 4.5. ഇതേ ഒരു കാര്യം സമ്മതിക്കണം. നിങ്ങൾക്ക് അമേരിക്ക ഇഷ്ടപ്പെടാതിരിക്കാം. എനിക്ക് ഇഷ്ടമില്ല അതിന്. അവർ തന്നെ സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സ്. അവരാണ് ഗ്രാവിറ്റേഷണൽ പുൽ. ഡിസൈഡിങ് പവറും അവരാണ്. 4.5% ആണ് അവർ 10 വർഷം ബോണ്ട് ഈൽഡ്. ഗവൺമെന്റ് സെക്യൂരിറ്റി. അതെ, അവർ GSEC വന്നിട്ട് 4.5. പിന്നെ ഹെഡ്ജ്, അതായത് എനിക്ക് റിപ്പി വാല്യൂ പോവണ്ട. അപ്പോൾ ഞാൻ ഏത് റേറ്റിലാണ് ബോണ്ട് വാങ്ങുന്നോ അതേ റേറ്റിൽ എനിക്ക് ഡോളർ തിരിച്ചു തരണം. ഇതിപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങിയ 100 വർഷം കഴിഞ്ഞ് എനിക്ക് ആ 100 രൂപയ്ക്ക് ഉള്ള ഡോളർ തരണമെന്ന് ചോദിക്കുവാണെങ്കിൽ അതിന് കോസ്റ്റ് 3.5%. 4 പ്ലസ് 3.5 എത്രയാവും? അതിൽ എനിക്കൊരു 1% ലാഭം വരും. 9. അപ്പോൾ എനിക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് 9% റിട്ടേൺ വരണം. ഇന്ത്യൻ ഗവൺമെൻറ് ബോണ്ടിൽ എവിടെ ഇരിക്കുന്നു? 7.5% റെപ്പോ റേറ്റ് ഇരിക്കുവാണെങ്കിൽ 5.5% തന്നെ 7% വന്ന് FDക്കൊക്കെ ഇതൊത്തായിരുന്നു. FDയിൽ തരുന്നില്ലല്ലോ. അപ്രോക്സിമേറ്റോ പറയുന്നു സർ. ഓവറല്ല, ഒവ്വൊരു ബാങ്ക് ഒവ്വൊരു പോലെ ഇരിക്കുന്നു. 4.5% റെപ്പോ റേറ്റിന് 4% കൊടുക്കുന്നു. അതായത് 7% പ്രൈവറ്റ് ബാങ്ക് കൊടുക്കുന്നു. ഗവൺമെന്റ് ബാങ്ക് 5% തന്നെ തരുന്നു. ഗവൺമെന്റ് ബാങ്ക് സർ IDFC പോലത്തെ ബാങ്കിലാണ് FD വെക്കേണ്ട ഒരു പ്രോബിലിറ്റി കൂടുതലുണ്ട്. 7%. ഇതേ നിങ്ങൾ പറയുന്നത് പോലെ റെപ്പോ റേറ്റ് 7% ആയെങ്കിൽ എക്ടറയിൽ നിന്ന് 9% ആവും. സിറ്റുവേഷൻ ഇരിക്കുവാണെങ്കിൽ എന്താണ് ഞാൻ ഗോൾഡ് വാങ്ങാൻ പോകുന്നു, അല്ലാതെ പിന്നെ എന്തിനാണ് ഞാൻ മാർക്കറ്റിൽ വരാൻ പോകുന്നു? ഓക്കെ, ശരിയായിപ്പോയി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡോളർ വെളിയിൽ നിന്ന് നിൽക്കും. എല്ലാം കൊണ്ട് ബോണ്ടിലിടും. മ്യൂച്വൽ ഫണ്ട്സ് ഇത് ബോണ്ടിൽ പോവും. എത്ര പ്രാവശ്യം നമ്മൾ നോക്കിയിരിക്കുന്നു ബാങ്കിനെ കൊണ്ട് കടം കൊടുക്കാൻ ഡെപ്പോസിറ്റ് ഇല്ല എന്ന് പറഞ്ഞ്. ദി ആർ സ്ട്രഗ്ലിംഗ് ടു ഡു ദി പ്രോസസ്. ഒക്കെ ഇരിക്കുന്നല്ലേ? അതേ സർ, ഞാൻ കണ്ടിട്ടുണ്ട്. ആൾ മണി ഈസ് ഗോയിങ് ടു മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? റിയലിസ്റ്റിക് റേറ്റ് വയ്ക്കുവാണെങ്കിൽ FDയിൽ തന്നെ വരും. FDക്ക് കാശ് വരും, ബാങ്കിന് കാശ് കൊടുക്കും. മാർക്കറ്റിൽ പിന്നെ റൊട്ടേഷൻ ഇരിക്കും. മ്യൂച്വൽ ഫണ്ടിലിരുന്ന് കാശ് ഫുള്ളായിട്ട് ബാങ്കിന് വരും. വെളിനാടുകളിൽ നിന്ന് കാശ് അകത്ത് വരും. മാർക്കറ്റ് സ്റ്റെബിലൈസ് ആവും. ഇതൊരു സൈക്കിൾ നടക്കുമ്പോൾ FD റേറ്റ് 9% 10% മാറുമ്പോൾ ഗോൾഡിനെ പോകത്തില്ല. പ്രൈം മിനിസ്റ്റർ പറഞ്ഞതുപോലെ ആരും ഗോൾഡ് വാങ്ങും. എന്നാണ് പ്രൈം മിനിസ്റ്റർ പറയുന്നത്? ഓട്ടോമാറ്റിക്കായിട്ട് ആരും ഗോൾഡ് വാങ്ങൂല. ഇല്ല, അവർ തന്നെ പറഞ്ഞില്ല 1 വർഷം പറഞ്ഞിരിക്കുന്നുണ്ട്. അതന്നല്ലോ 2008 ബ്രില്യൻ്റ് ആയിട്ട് മൻമോഹൻ സിംഗ് ഹാൻഡിൽ ചെയ്തതായിട്ട് പറയും. ഇപ്പോൾ റേറ്റ് 9.5%. 8.6% കുറച്ച് എക്കോണമി ടേക്ക് ഓഫ് ആയി. ഇപ്പോൾ മേളിൽ വച്ചിരിക്കണം. അപ്പം താളെ വെച്ചോണ്ട് ഇങ്ങനെയാണ് എക്കോണമി ഇനി ശരിയാക്കും. ഇത് വന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കയറേണ്ട സമയം ശരിയാവണം. എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ കയറിക്കൊണ്ടേ പോകുന്നു. അമേരിക്കയിൽ ഇന്നും ഇൻഫ്ലേഷൻ ഇരിക്കുന്നു. ഇന്ന് അമേരിക്കയിൽ 5, ഇവിടെ 4.5. അമേരിക്കയിൽ 4.5, അമേരിക്കയിൽ 5 ആയെന്ന് വെച്ചോ. 5 + 3.5 + 1 ഇപ്പം 9.5% ആവും. അപ്പോൾ ഇവിടെ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കയറണം. ഇത് മ്യൂച്വൽ ഫണ്ടിനെ വിറ്റ് എണ്ണം ക്ലോസ് ചെയ്യും. ഒന്നുമില്ല, എന്നെ കടന്നിരുന്ന രക്ഷിക്കുമല്ലേ? ഇപ്പോൾ റുപ്പി ഒന്ന് ഡിപ്രീഷിയേറ്റ് ആകുന്നു എന്നാൽ IT ആൻഡ് ഫാർമ ഇതിന് രണ്ടിനും നല്ല ബെറ്റ് എന്ന് മനസ്സിലാക്കണം അല്ലേ? നിങ്ങൾ അത് പറയുമ്പോൾ HCL ഇരിക്കട്ടെ, TCS, ഇൻഫോസിസ് പോലത്തെ കമ്പനീസ് ഒക്കെ ബെറ്റർ ആയിരിക്കുന്നു വൈൽ കമ്പയറിംഗ് ടു വിപ്രോ. പൊടുത്തമട്ടിൽ വിപ്രോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പ്രേംജി അപ്പം എവിടെയും പോകില്ല. അവരെ മോണിന് കംപ്ലീറ്റ് ആയിട്ട് ചാർജ് കൊടുത്തിരിക്കുന്നു.
ഹൈലി എത്തിക്കൽ ബിസിനസ്സാണ്. അവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ വിപ്രോ ഫൗണ്ടേഷന് $16 ബില്യൺ സ്റ്റേക്ക് എടുത്തിരിക്കുന്നു. അതിനെ വിറ്റ് കുറച്ചായിട്ട് ജനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്കൂളുകൾ കെട്ടിക്കൊടുക്കുന്നു, യൂണിവേഴ്സിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നു, കാശ് സ്പെൻഡ് ആകുന്നു. ഒരു പ്രാവശ്യം അവർ ഷെയർ വിൽക്കുന്ന സമയം പ്രേംജി തന്നെ വാങ്ങുന്നു. സോ അതാണ് പ്രേംജിയുടെ ഷെയർ വന്നിട്ട് 73% തന്നെ ആയിരിക്കും. അവർ ചാരിറ്റിക്ക് കൊടുത്ത ഷെയറിനെ കൂടെ ചാരിറ്റി വിൽക്കുന്ന സമയം കൂടെ അവർ തന്നെ എടുക്കും. സോ വിപ്രോര കാസ്റ്റ് കുറവാ തന്നെ ഇരുന്നാലും നിങ്ങൾ നോക്കുന്നത് പ്രൊമോട്ടർ ഇൻറ്റഗ്രിറ്റി. മോട്ടർ ഇൻറ്റഗ്രിറ്റിയിൽ അവർ ഹയസ്റ്റ് ആണ്. അവർ വളരെ സ്ലോവായി കയറിയാലും പ്രശ്നമില്ല, രാശി സേഫ് ആയിരിക്കുന്നത് നിങ്ങൾ നോക്കുന്നു അല്ലേ? ഒരു 25 വർഷത്തിന് എവിടെയും പോവില്ല, നന്ന സേഫ് ആയിരിക്കും. 25 വർഷം നോട്ടിപ്പാൻ, 25 വർഷം. എനിക്ക് എന്ത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് HCL ഇവർ കഴിഞ്ഞിട്ട് അടുത്ത് ആരിയിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഋഷിനാടാറിന് IT എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ നീ ഇതിനെ എടുക്കുമോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഇതിനെ തന്നെ എടുക്കും. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. അപ്പോൾ ചിമ്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.